വളർന്നു, പന്തലിച്ചു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ സുന്നി എന്ന വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ ഈ വളർച്ച അത് ശക്തമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ മറുവിഭാഗം സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് മഹല്ലത്തുകളൊക്കെ കൈയടക്കി വെച്ചു. പക്ഷേ അവർ സുന്നി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, AP വിഭാഗം സുന്നികളുടെ ഒരു പള്ളി ഒരു പ്രദേശത്ത് വരുന്നുവെന്ന് കേൾക്കുമ്പോൾ ആ പള്ളിക്കെതിരെ അപ്പുറത്തിരിക്കുന്ന തലപ്പാവുധാരികളായ ബഹുമാന്യർ അപ്പുറത്തിരുന്നുകൊണ്ട് ഉടക്ക് വെച്ചു. അവിടെ കാദിയാനി പള്ളി വന്നപ്പോൾ അതിനനുകൂലമാണവർ, അവിടെ വഹാബി പള്ളി വന്നപ്പോൾ അതിനനുകൂലമായി നിന്നവർ, അവിടെ മൗദൂദി പള്ളി വന്നപ്പോൾ അതിനനുകൂലമായി നിന്നു. അവർ 2 പതിറ്റാണ്ടുകാലം അവർ സുന്നി പറഞ്ഞില്ല, അവർ ദീൻ പറഞ്ഞില്ല, അവർ ജുമാ ഖുത്ബയെ സംബന്ധിച്ച് ചർച്ച ചെയ്തില്ല, അവർ സ്ത്രീ ജുമാ ജമാഅത്ത് ചർച്ച ചെയ്തില്ല. കാന്തപുരത്തോടുള്ള വിരോധം മാത്രം, താജുല്ലുലമയോടുള്ള വിരോധം മാത്രം, അത് മാത്രം കേരളത്തിൽ പ്രസംഗിച്ചു നടന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് കഴിഞ്ഞ ആഴ്ച മലപ്പുറത്ത് നടത്തിയ വിഭാഗത്തെ കൊണ്ട് സുന്നി സമ്മേളനം നടത്തിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ സുന്നി പറയാൻ തുടങ്ങിയില്ലേ, ഇത് ഈ പ്രസ്ഥാനത്തിന്റെ വിജയമാണ്. ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. എടവണ്ണ പോലുള്ള ഒരു വഹാബി കേന്ദ്രത്തിൽ, കുറ്റ്യാടി പോലുള്ള ഒരു മൗദൂദി കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആശയത്തിനെതിരെ സംസാരിക്കാൻ സാധിക്കുന്ന വല്ല വഹാബികളും വല്ല മൗദൂദികളും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളി നടത്തിയിട്ട് 5 മിനിറ്റ് കസേരയിലിരിക്കാൻ ധൈര്യമുള്ള ഒരു പണ്ഡിതൻ നിങ്ങൾക്കൊപ്പമുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഖുർആനിക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാന്തപുരത്തെ സഖാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഫ്ലക്സ് മൗലവിയോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ചുണക്കുട്ടികൾക്ക് നിങ്ങളെ ഐക്യമോ നിങ്ങളെ ഒത്താശയോ വേണ്ടതില്ല. എണ്ണണമെങ്കിൽ എണ്ണിക്കോ. ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പടയാളികളാണ്. എന്തായാലും ഞങ്ങൾക്ക് നിങ്ങളുടെ ആ ഗതികേടില്ല. ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ എറണാകുളത്തേക്ക് പോകരുതേ എന്ന് പറഞ്ഞു. ഇന്ന് അപ്പുറത്തിരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകളെല്ലാം കൂടി ആ തങ്ങളെടുക്കൽ പോയിട്ട്, തങ്ങളെ നിങ്ങൾ എറണാകുളത്തേക്ക് പോകരുതേ എന്ന് പറയേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ അപ്പുറത്തിരിക്കുന്ന പണ്ഡിത വിഭാഗത്തോടാണ്, ആ പ്രസ്ഥാനത്തിന്റെ ആളുകളോടാണ്. ഞങ്ങൾ 6 ആളുകൾ എഴുന്നേറ്റ് പോയി, 36 ആൾ ഇപ്പോഴും പത്രസമ്മേളനത്തിലും മറ്റുമൊക്കെ പറയാം. 40 ആള് മുഷാവറയിലുണ്ടായിരുന്നു, 6 ആള് പോയി, 36 ആൾ ഇപ്പോഴും ഉണ്ട്. 6 ആളെ സീറ്റ് ഒഴിഞ്ഞടക്കുന്നു. 20 കൊല്ലായിട്ടും ഒരു ജനറൽ ബോഡി വിളിച്ചിട്ട് സീറ്റ് നികത്താൻ ഒരു മാന്യനെ കിട്ടണ്ടേ? 20 കൊല്ലായിട്ട് നിങ്ങൾക്ക് ഈ 6 നികത്താൻ ഒരു മാന്യനെ കിട്ടാനില്ല. തലപ്പാവുധാരിയായി നടന്നാൽ പോരല്ലോ, ഒരു പാണ്ഡിത്യം വേണ്ടേ? ആ പാണ്ഡിത്യമുള്ള ഒരാളെ കിട്ടാത്തത് കൊണ്ട് 6 സീറ്റ് ഒഴിഞ്ഞു കിടക്കാണ്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അറിവുള്ളവർക്ക് ഇങ്ങോട്ട് പോരാം. ഒരു പ്രസംഗകൻ സുന്നി സമ്മേളനത്തിൽ ഇവിടെ AP വിഭാഗം 1000 മഹല്ലുകളിൽ മഹല്ല് സമ്മേളനം നടത്തിയിട്ട് ഒറ്റ മഹല്ലും പിടിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല. ആർക്ക് വേണം മക്കളെ ഇത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പിടിച്ചടക്കലിന് വേണ്ടിയാണോ മഹല്ലുകൾ? നിങ്ങൾക്ക് എത്ര മഹല്ല് വേണം? ഞങ്ങൾ നിങ്ങൾക്ക് വേദി തന്നേക്കാം. നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പറയാൻ അറിയുമോ? അതിനാണ് അവസരം ഉണ്ടാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരൻ, 1000 മഹല്ലുകളിൽ ഞങ്ങൾ മഹല്ല സമ്മേളനം നടത്തിയത് പിടിച്ചടക്കാനും തിരിച്ചു പിടിക്കാനും ഉടച്ചു വാർക്കാനുമല്ല, മറിച്ച് വേദന കടിച്ചിറക്കുന്ന ഇസ്ലാമിന്റെ വിഭാഗം, സുന്നത്ത് ജമാഅത്തിന്റെ വിഭാഗം. നിങ്ങൾ ഓർക്കണം, പെൺവാണി റാക്കറ്റ് സംഘം ഈ മഹല്ലത്തുകളിലൊക്കെ വിലസിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യപാനം വർദ്ധിച്ച് കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷത്തിൽ ബീവറേജ് കോർപ്പറേഷന്റെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ 176 കോടി രൂപയുടെ മദ്യം മോന്തി തീർത്ത ചെറുപ്പക്കാരൻ സമസ്തയുടെ മദ്രസയിൽ നിന്ന് 7ാം ക്ലാസും 10ാം ക്ലാസും സർട്ടിഫിക്കറ്റ് വാങ്ങി തങ്ങൾ പാപ്പാന്റെ കയ്യിൽ നിന്ന് മുത്തിക്കൊണ്ടുപോയ മോനാണ് മക്കളെ. ആ കുട്ടി കള്ളുകുടിയനായി പോയപ്പോൾ, അങ്ങനെയുള്ള ചെറുപ്പക്കാരി പെൺകുട്ടിയെ പെൺവാണി സംഘം തട്ടിക്കൊണ്ടുപോയപ്പോൾ അതിനെതിരെ ചെറുവിരലനക്കാൻ മഹല്ല് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? മഹല്ലത്തിലെ മുത്തവല്ലിമാരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞോ? മഹല്ല് നേതൃത്വത്തെ നിങ്ങൾക്ക് അതിനെതിരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞോ? എന്തെങ്കിലും ഒരു ചെറുവിരലനക്കിയോ? മഹല്ല് പിടിച്ചടക്കി. മുസ്ലിം സമൂഹം എവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളവർകൾ ഈ ഇരിക്കുന്ന ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട്, മക്കളെ എനിക്ക് വയസ്സായി, നിങ്ങളെല്ലാവരും സജീവമായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചത് പിടിച്ചടക്കലല്ല,
തിരിച്ചടക്കലല്ല, മറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആശയം, ആ ആശയത്തിന് വേണ്ടി പടപൊരുതാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പടപൊരുതുന്ന കൂട്ടത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇസ്സത്ത് അതാത് സമയത്ത് കാത്തു സൂക്ഷിക്കുന്നതിന് എന്തെല്ലാം ആവശ്യമായി വരുമോ അതെല്ലാം അക്കൂട്ടത്തിലുണ്ടാകും. അത് തിരിച്ചടിയും മറിച്ചടിയും പിടിച്ചടക്കലും അക്രമങ്ങളും ഭീകരതയും അല്ല, സമാധാനത്തിന്റെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് എനിക്കെന്റെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. സുന്നി പറയാൻ ഇവിടെ നമ്മളെ ഉള്ളൂ, സുന്നി വിശ്വസിപ്പിക്കാൻ ഇവിടെ നമ്മളെ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രവർത്തകരെ, അടികിട്ടിയേക്കും, കേസുകൾ ഉണ്ടായേക്കും, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായേക്കും, കണ്ണുരുട്ടിയേക്കും. ഒരാളും സഹായിക്കാനില്ലാത്ത കാലത്തും, ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും നമ്മുടേതായി നിലവിൽ വന്നിട്ടില്ലാത്ത കാലത്തും സുന്നത്ത് ജമാഅത്ത് ഉറക്കെ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു. നമ്മൾ ഇഖാമത്ത് കൊടുത്ത് മെഹ്റാബിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് ആ മെഹ്റാബിൽ നിൽക്കുന്ന ഇമാമിന്, ഏപ്പിക്കാരന, ആ മെഹ്റാബിന് അങ്ങനെ തന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പള്ളിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി ഇനി ഈ പള്ളിയിൽ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടത് ഞങ്ങൾ മറന്നിട്ടില്ല. പക്ഷേ ആ പണ്ഡിതൻ പുറത്ത് നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, എന്റെ ജോലി എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ പിരിച്ചുവിട്ടാൽ അള്ളാഹു എനിക്ക് തന്ന ആയുഷ്കാലത്തിൽ ഓരോരോ ദിവസം ഓരോരോ പള്ളിയിൽ നിന്നാലും നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ എന്നെ കിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പണ്ഡിത ശിരോമണികളാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കർമ്മധീരരായ പ്രവർത്തകരെ, നാം ആരുടെയും പിന്തുണ കണക്കാക്കിയിട്ടല്ല ചെയ്തത്. വലാ തഖ്ശൗഹും വഖ്ശൗനി, അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ, അതുകൊണ്ട് സംഘടനാ പ്രവർത്തകരോട്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട് നമ്മുടെ ജിഹാദ് നമ്മുടെ ശരീരത്തോട്, നമ്മുടെ ജിഹാദ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജിഹാദ് നമ്മുടെ മഹല്ലത്തുകളിൽ, നമ്മുടെ ജിഹാദ് നമ്മുടെ പരിസരത്തിൽ. എന്താണ് നമ്മുടെ ജിഹാദ്? അല്ലാഹു അല്ലാഹ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു കുട്ടിയും ഇനി എന്റെ രക്തബന്ധത്തിലോ, എന്റെ വിവാഹബന്ധത്തിലോ, എന്റെ കുടുംബ ബന്ധത്തിലോ, എന്റെ മഹല്ലത്തിലോ, എന്റെ യൂണിറ്റിലോ ഈ പുതുതായി ഒരാൾ വഹാബിയായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുതേ എന്ന ഒരു തീരുമാനം, അതിനു വേണ്ടിയുള്ള ഒരു ജിഹാദിന്റെ പ്രവർത്തനം, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ സമ്മേളനം നമുക്ക് അതിനാണ് പ്രചോദനം നൽകുന്നത്. 14 ജില്ലകളിലും സമ്മേളനം സമാപിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ലക്ഷക്കണക്കായ പ്രവർത്തകന്മാർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട്, അള്ളാഹുവിന്റെ റസൂലിനെ മാത്രം മഹബത്ത് വെച്ച് പണ്ഡിത നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ഇനി ഒരാൾ പുതുതായി വഹാബിയും മൗദൂദിയും ആകരുതേ എന്ന പ്രതിജ്ഞയോടുകൂടെ പ്രവർത്തിക്കുന്ന വിഭാഗം ഉണ്ടാകണം. അവർ തീർച്ചയായും കണ്ണീരൊപ്പുന്ന പ്രവർത്തകരായിരിക്കും. അവർ തീർച്ചയായും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മുന്നിലുണ്ടാകും. അവർ തീർച്ചയായും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ മുന്നിലുണ്ടാകും. വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തന രംഗത്ത് നമ്മുടെ മുന്നേറ്റം എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ദഅവാ കോളേജുകളിലും ഞങ്ങളുടെ ശരീഅത്ത് കോളേജുകളിലും പഠിച്ചിരിക്കുന്ന 22 വയസ്സായ കുട്ടികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അത് ഏത് വേൾഡ് ഭാഷയായ അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും സുന്നത്ത് ജമാഅത്തിൽ മുഖാമുഖങ്ങളും വാദപ്രതിവാദവും നടത്താൻ കെൽപ്പുള്ള പണ്ഡിത ശ്രേഷ്ഠരെ വാർത്തെടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് 10 വർഷക്കാലത്തിനുള്ളിൽ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ വേൾഡ് അടിസ്ഥാനത്തിൽ ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ചർച്ചയ്ക്ക് വരുന്ന വിഷയമാണ് UNOയിലടക്കം കാശ്മീർ പ്രശ്നം. കഴിഞ്ഞ മാസത്തെ തൊട്ട് മുമ്പത്തെ മാസം ബഹുമാനപ്പെട്ടവർ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ മൻമോഹൻ സിംഗ് സാറിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, കാശ്മീർ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ഞാൻ ആലോചിക്കുന്നു, എന്റെ പ്രസ്ഥാനവും സ്ഥാപനവും അതിന് തയ്യാറെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്ന രംഗം നിങ്ങൾ കണ്ടില്ലേ? എന്താണ് ഉസ്താദ് അവർകൾ പറഞ്ഞത്? കാശ്മീരിൽ നിന്ന് 10 വർഷം കൊണ്ട് സമാധാനത്തിന്റെ ദൂതുകൾ, സമാധാനത്തിന്റെ സന്ദേശം ശിരസ വഹിച്ചിരിക്കുന്ന കാശ്മീരിലെ ചെറുപ്പക്കാർ 10 വർഷം കൊണ്ട് 1000 ചെറുപ്പക്കാരെ കാശ്മീരിൽ വിന്യസിക്കാൻ തീരുമാനിച്ചു. കാശ്മീരിന്റെ വെടിയൊച്ചകൾക്ക് പരിഹാരമുണ്ടാക്കാൻ, കാശ്മീരിലെ രക്തച്ചൊരിച്ചിലുകൾക്ക് പരിഹാരമുണ്ടാക്കാൻ, കാശ്മീർ അല്ലാത്തവർ ഇന്ത്യ കണ്ട് അനുഭവിച്ച സമാധാനത്തിന്റെ സന്ദേശം വഹിച്ചുകൊണ്ടുള്ള 1000 കാശ്മീരി യുവാക്കൾ ഇൻഷാ അല്ലാഹ് കാശ്മീർ പ്രശ്നത്തിൽ ഈ പ്രസ്ഥാനം ആധികാരികമായി ഇടപെട്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രസിഡന്റും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും അടക്കമുള്ള ആളുകൾ കാന്തപുരത്തെ പുകഴ്ത്തിയെങ്കിൽ, കാന്തപുരത്തെ വാഴ്ത്തിയെങ്കിൽ,
ഉണ്ടെങ്കിൽ കാന്തപുരം നേതൃത്വം നൽകുന്ന സുന്നി യുവജന സംഘത്തെ, SSF-നെ, ആ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയെ, അതിന്റെ വിദ്യാഭ്യാസ ബോർഡിനെ, അതിന്റെ ജംഇയ്യത്തുൽ മുഅല്ലിമീങ്ങളെ, അതിന്റെ പത്രങ്ങളെ, അതിന്റെ പ്രസിദ്ധീകരണങ്ങളെ, അതിന്റെ പ്രവർത്തനങ്ങളെ, അതിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവരൊക്കെ ആദരവോടെ, പ്രതീക്ഷയോടെ, ബഹുമാനത്തോടെ നോക്കിക്കാണുന്നുവെങ്കിൽ അതിൽ അസൂയപ്പെടുന്നവരെ മൂത്തൂബി വൈലിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അല്പം കൂടിപ്പോയത് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്